ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ എല്ലാവരും അനലൈസ് ചെയ്യുന്ന ഒരു മല്ലു അനലൈസർ ഉണ്ട്, മൂപ്പറെ കുറിച്ചാണ്. മൂപ്പർ അനലൈസ് ചെയ്തിട്ട് മൂപ്പർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, അവര് മാത്രമാണ് ഈ ലോകത്ത് നല്ലവര്. മൂപ്പർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഉണ്ടല്ല, അവരൊക്കെ വളരെ മോശമാണ് മൂപ്പറുടെ കണ്ണിൽ. അങ്ങനെ നമ്മളെ മല്ലു അനലിസ്റ്റ് പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമാണ് കമേനി ഇഷ്ടപ്പെടുന്ന സുനിത ദേവദാസ് ഇല്ലേ, അവര് വളരെ മോശവും കമേനി ഇഷ്ടപ്പെടാത്ത നമ്മൾ ആർപി ഹുസൈൻ വളരെ നല്ല മനുഷ്യനും. അതാണ് നമ്മളെ മല്ലു അനലിസ്റ്റിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇവൻ പറയുന്നത് നമ്മളെ കമേനി വളരെ ക്രൂരനാണ്, വളരെ ക്രൂരൻ. പക്ഷെ നമ്മളെ നെതന്യാഹു ട്രംപ് ഒക്കെ ഉണ്ടല്ല, വളരെ പാവം, പഞ്ചപാവം, പച്ച പാവമാണ് ഇവന്റെ കണ്ടുപിടുത്തത്തിൽ. ഇവൻ ചെയ്ത വീഡിയോക്ക് ഇവന്റെ ഹെഡിങ് ഇല്ല, ആ ഹെഡിങ് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അന്ന് ഹെഡിങ് എന്നറിയാം, ഉളുപ്പില്ലാത്ത ചില സ്നേഹപ്രകടനങ്ങൾ. അത് ഇടാൻ കാരണം എന്നറിയാം, നമ്മൾ സുനിത ദേവദാസ് കമേനിനെ ഭയങ്കരമായിട്ട് ഇഷ്ടാന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ഈ ചങ്ങായിക്ക്, നമ്മൾ ഈ അനലൈസർക്ക് അങ്ങനെ ഒരു ഹെഡിങ് ഇടാൻ വേണ്ടി തോന്നിയത്. അതായത് കമേനി ഇഷ്ടപ്പെടുന്നവരില്ലേ, അവരൊക്കെ ഉളുപ്പില്ലാത്തവരെന്നാണ് ഈ അനലൈസർ പറഞ്ഞു വരുന്നത്. പക്ഷെ ട്രംപിനെ നെതന്യാഹുവിനെ ഇഷ്ടപ്പെടുന്നവരില്ലേ, അവരൊക്കെ മാന്യന്മാർ, മാന്യമഹാജനങ്ങൾ. നമുക്കെന്തായാലും ഈ ചങ്ങായിന്റെ കുറച്ച് അനലൈസ് കണ്ടിട്ട് വന്നാലോ? ബാ. സുനിത ദേവദാസ് എന്ന വ്യക്തി ഈ അടുത്തൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ തമ്പനയിൽ ഇതാണ്. എനിക്ക് ഇഷ്ടമാണ് ഈ പോരാളിയെ. ഈ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ മറ്റൊരു വീഡിയോ ചെയ്തു. അതിനു മുമ്പ് ആരാണ് ഇവരൊക്കെ എന്നറിയാത്തവർക്ക് വേണ്ടി, ആരിഫ് ഹുസൈൻ ഒരു എക്സ് മുസ്ലിമാണ്, മതവിമർശകനാണ്, സ്വതന്ത്ര ചിന്തകനാണ്, വേറെയും കുറെ എക്സ് ആണ്. അതൊന്നും ഇവിടെ ഈ വീഡിയോയിൽ പ്രസക്തമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇനി സുനിത ദേവദാസിലേക്ക് വരാം. അവരൊരു ജേർണലിസ്റ്റ് ആണ്, സ്റ്റോറി ടെല്ലിംഗിൽ താല്പര്യമുള്ള ആളാണ്. അത് മാത്രമല്ല ധൈര്യപൂർവ്വം ഫാസിസത്തിനെതിരെ പോരാടുന്ന, ജനാധിപത്യത്തിലും സെക്കുലർ കാഴ്ചപ്പാടിലും വിശ്വസിക്കുന്ന, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്നുമാണ് പറയുന്നത്. ഈ രണ്ടുപേരുടെയും വീഡിയോസ് ഞാൻ കണ്ടുനോക്കി. സുനിത ദേവദാസ് തനിക്ക് ഇഷ്ടപ്പെട്ട ആ പോരാളിയെ കുറിച്ച് പറയുന്നതും ആരിഫ് ഹുസൈൻ വിമർശിക്കുന്നതും. സുനിത ദേവദാസിന്റെ ആ വീഡിയോ 100% ആ തമ്പനയിലിനോട് ആത്മാർത്ഥത പുലർത്തുന്നതാണ്. കമേനിയോടുള്ള സ്നേഹം, ആരാധനയൊക്കെ ആ കണ്ണുകളിലും വാക്കുകളിലുമൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. ഇത്രയും ആരാധനയോടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഫാസിസത്തിനെതിരെ പോരാടുന്ന, ജനാധിപത്യത്തിലും സെക്കുലറിസത്തിലും വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരാളെ ഇത്രയും ആരാധനയോടെ കാണണമെങ്കിൽ ഈ കമേനി അത്രയും വ്യക്തിത്വമുള്ള ഒരു ഗംഭീര മനുഷ്യനായിരിക്കണമല്ലോ. ഫാസിസം അടുത്തുകൂടി പോകാത്ത, ജനാധിപത്യ മൂല്യങ്ങളിലും ഈക്വാലിറ്റിയിലും സെക്കുലറിസത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കണമല്ലോ ഈ കമേനി. ഹിജാബ് ധരിക്കാത്തതിന് സ്വന്തം മോറൽ പോലീസ് ഒരു വ്യക്തിയെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന അവസ്ഥയിലേക്ക് രാജ്യത്ത് എത്തിക്കുക, അതിനുശേഷം ഉണ്ടായ പ്രക്ഷോഭത്തിൽ ആളുകളെ കൊന്നും അറസ്റ്റ് ചെയ്തും അടിച്ചമർത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കുസൃതികളെ നമുക്ക് ഫാസിസം എന്നൊക്കെ വിളിക്കാൻ പറ്റും. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായതുകൊണ്ട് ഇതൊന്നും ഫാസിസത്തിന്റെ കാറ്റഗറിയിൽ പെടില്ലായിരിക്കുമല്ലേ? സുനിത ദേവദാസ് പരിധികളില്ലാതെ ഈ വ്യക്തിയെ അത്രയ്ക്കങ്ങ് സ്നേഹിച്ചത് കൊണ്ട് തോന്നുന്ന സംശയങ്ങളാണ്. ഇനി ഒരാൾ അമേരിക്കയ്ക്ക് എതിരായതുകൊണ്ട് അയാൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ന്യൂട്രലൈസ് ആയി പോകുമോ? ആർക്കും ആരെയും സ്നേഹിക്കാനും ആരാധിക്കാനും പൊക്കി പറയാനുമുള്ള അവകാശമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ സുനിത ദേവദാസിന് കമേനിയെ ആരാധിക്കാം, സ്നേഹിക്കാം, ഒരു പ്രശ്നവുമില്ല. എന്നിരുന്നാലും ഈ അടുത്ത് സ്ത്രീകൾക്കെതിരെ ഇത്രയും ചെയ്തു വെച്ച ഒരാളെ ഈ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടാത്ത ഒരു പ്രിവിലേജിൽ ഇരുന്നുകൊണ്ട് തലയിൽ ഇത്തിരി മുടി കാണുന്നുണ്ടോ, ഇഷ്ടവസ്ത്രം പ്രശ്നമാണോ എന്നൊന്നും ചിന്തിക്കാതെ വീഡിയോയിൽ വന്നിരുന്ന് പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പോലെ തോന്നാത്തതാണ് അത്ഭുതം. അമേരിക്കയുടെ ചൈതന്യത്തെ കുറിച്ച് പറയാൻ കമേനിയെ വിശുദ്ധരിൽ വിശുദ്ധനാക്കുന്നത് കാണുമ്പോൾ സത്യം തുറന്നു പറയുന്നതിൽ നിന്നും മാറി വെറും പ്രീണനം, അതിലൂടെ കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ് ആണ് ലക്ഷ്യമെന്ന് ആർക്കും കാണാൻ കഴിയും. അപ്പൊ നമ്മളെ മല്ലു അനലൈസർ എന്താ പറയുന്നറിയാം, സുനിത ദേവദാസ് മുസ്ലിങ്ങളെ സുഖിപ്പിച്ചിട്ട് വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കമേനിനെ ഇഷ്ടപ്പെടുന്നതാണ്. മിസ്റ്റർ മല്ലു അനലിസ്റ്റ്, താങ്കളുടെ അനലിസ്റ്റ് ഒക്കെ വളരെ അബദ്ധം, വളരെ അബദ്ധമാണല്ലോ. സുനിത ദേവദാസിനുണ്ടല്ല ആരെങ്കിലും പ്രീണിപ്പിച്ചിട്ട്, ആരെങ്കിലും സുഖിപ്പിച്ചിട്ട് വേണ്ട അവരുടെ വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. അവർ എന്ത് വീഡിയോ ചെയ്താലും, എങ്ങനത്തെ വീഡിയോ ചെയ്താലും നല്ല റീച്ച് ഉണ്ട്, ഒരു 1.5 റീച്ച് ഉണ്ട് അവരുടെ വീഡിയോക്ക്. അതായത് താങ്കളുടെ വീഡിയോ ഇല്ലേ, താങ്കൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ആ വീഡിയോകളെക്കാളും ഒരുപാട് റീച്ച് ഉണ്ട് നമ്മുടെ സുനിത ദേവദാസിന്. പിന്നെ താങ്കളുടെ പ്രശ്നം, താങ്കൾ പറയുന്നത് നമ്മളെ കമേനി സ്ത്രീകൾക്കെതിരെ ഭയങ്കരമായിട്ട് അക്രമം അഴിച്ചുവിടുന്നു എന്നാണ്. എന്റെ മിസ്റ്റർ മല്ലു അനലൈസറെ, ഒരു നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് അവിടെ ആരും ജീവിച്ചില്ലെങ്കിൽ, അതിപ്പോ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി, അവർക്കെതിരെ ആ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് നടപടി ഉണ്ടാകും മിസ്റ്റർ മല്ലു അനലൈസർ. അവിടെ തെറ്റ് ചെയ്തത് സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ അങ്ങനത്തെ പ്രത്യേക പരിഗണനയൊന്നും എവിടെയും കിട്ടൂല. താങ്കളുടെ ഒക്കെ വർത്താനം കിട്ടിയെങ്കിൽ സ്ത്രീയാണെന്നുള്ള പരിഗണനയില്ലേ നമ്മളെ ഷിംജിത മുസ്തഫേനി, പിന്നെ നമ്മളെ കാഷായം ഗ്രീഷ്മില്ലേ, അവരൊക്കെ വെറുതെ വീണ്ടല്ലോ നമ്മൾ ഈ കേരളത്തിൽ. പിന്നെ താങ്കളെ പോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് അനലൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല, സംഘികളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിടുന്ന കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ അതുപോലെ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ പറയല്ല എന്റെ മല്ലു അനലൈസറെ. പിന്നെ താങ്കൾ ഈ വീഡിയോ ചെയ്ത ഏറ്റവും മികച്ച അനലൈസ് എന്താണെന്നറിയാം, സുനിത ദേവദാസിനെ ആർപി ഹുസൈൻ വിമർശിച്ചു. ആ വാക്കുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്കൾ ഇപ്പോഴുണ്ടല്ല സ്ത്രീകൾക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന മല്ലു അനലൈസർക്ക് ആർപി ഹുസൈൻ സുനിത ദേവദാസിനെ പറഞ്ഞത് വിമർശനമായിട്ടാണോ തോന്നിയത്? ഇത്രയും പച്ചക്ക് ഒരു വീഡിയോയിൽ ഒരു സ്ത്രീയെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അയാളെ വിമർശകനായിട്ട് തോന്നല്ലേ? വളരെ ലജ്ജയും പുച്ഛവും തോന്നുന്നു മിസ് അനലൈസർ താങ്കളോട്. കഴിഞ്ഞില്ല നമുക്ക് ഈ മല്ലു അനലൈസർക്ക് ആർപി ഹുസൈനുള്ള സ്നേഹവും ബഹുമാനവും ഒന്നും കൂടി കാണണ്ടേ? ഞാൻ കാണിക്കുന്ന അടുത്ത വീഡിയോ കണ്ടെങ്കിൽ ഇവന് ആർപി ഹുസൈനോടുള്ള സ്നേഹവും ബഹുമാനവും നിങ്ങൾക്ക് മനസ്സിലാകും.
ക്കെതിരെ രാജ്യത്ത് ഉയരുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയ ഒരു നേതാവാണ് ഖമേനി. അതും അവരെയൊക്കെ അറസ്റ്റ് ചെയ്തും 10,000-ങ്ങളെ കൊന്നുതള്ളിയും സ്ത്രീകളുടെ കാര്യത്തിൽ കടുത്ത നിലപാടുകളുള്ള ഹിജാബ് മസ്റ്റ് ആണെന്ന് പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ഇയാൾ. ഈ ഫ്ലോസ് ഒന്നും പറയാതെ അല്ലെങ്കിൽ അതിന് നേരെ കണ്ണടച്ചുകൊണ്ട് ഒരു ഖമേനി ചരിതവും വാഴ്ത്തുപാട്ടും പാടുന്നയാൾ ഫാസിസത്തിനെതിരെ ജനാധിപത്യം, സെക്യുലറിസം എന്നൊക്കെ ബ്ലാ പറയുന്നത് കാണുമ്പോൾ കോമഡിയാണ്. അല്ലെങ്കിലും ഇത് നമ്മുടെ നാട്ടിലെ ചിലരിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. നിരവധി ആളുകളെ കൊന്നുതള്ളിയാലും ഏകാധിപത്യ സ്വഭാവം കാണിച്ചാലും മതനിയമത്തിന്റെ പേരിൽ സ്ത്രീകളെ അടിച്ചമർത്തിയാലും അയാൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയാണോ പിന്നെ അയാൾ വിശുദ്ധനായിരിക്കും. കാരണം അയാളുടെ ഭരണത്തിൽ സംഭവിക്കുന്ന അടിച്ചമർത്തലുകളും നീതി നിഷേധങ്ങളും നമ്മളല്ലല്ലോ അനുഭവിക്കുന്നത്. വേറൊരു രാജ്യത്തെ വേറെ മനുഷ്യർ, വേറെ സ്ത്രീകൾ അവരിതൊക്കെ അനുഭവിച്ച നമുക്കെന്താ? നമ്മുടെ തടി കേടാവാത്തിടത്തോളം നമുക്കിത് രാഷ്ട്രീയം മാത്രമാണ്, മതപരമല്ല. എന്ന സംഭവം നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫാസിസം എന്ന് പറഞ്ഞ് പ്രതികരിക്കും, സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ് പ്രതികരിക്കും. എനിക്ക് മനസ്സിലാവാത്തത് ഉള്ളത് ഉള്ള പോലെ അങ്ങ് പറഞ്ഞ എന്താ പ്രശ്നം? സുനിത ദേവദാസിന്റെ ആ വീഡിയോയിൽ അമേരിക്ക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതിനൊപ്പം വേണമെങ്കിൽ ഖമേനിയും ആളത്ര വെടിപ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ നാട്ടിലെ സ്ത്രീകളോടും മറ്റും ചെയ്തത് കൂടി പറഞ്ഞ് അവരുടെ പെയിനിനെ കൂടി വേണമെങ്കിൽ അക്നോളജ് ചെയ്യാം. അതാണ് മര്യാദയും. പക്ഷെ അതൊക്കെ മറന്ന് അയാളെ പരിധികളില്ലാതെ സ്നേഹിക്കാനാണ് സുനിത ദേവദാസിന് ഇഷ്ടം. ഇനി ആരിഫ് ഹുസൈനിലേക്ക് വരാം. ആരിഫ് ഹുസൈൻ തീവ്ര ചിന്താഗതിക്കാരനാണ്, ഇസ്ലാം വിമർശകനാണ്. അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് ഉണ്ടാക്കി അയാളുടെ ചോദ്യങ്ങളെ അവഗണിക്കുക എന്നൊരു രീതിയാണ് ഇപ്പോൾ. ആദ്യം അയാളുടെ വാലിഡായ ചോദ്യങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി കൊടുത്ത് നേരിടാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കും. ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ആ നേതാവ് ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളും കൂടി ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അയാൾ ഇഷ്ടമാണോ എന്നൊക്കെയുള്ള മറുചോദ്യം വരും. അപ്പോൾ ഇതൊന്നും മതപരമല്ല, കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ മനുഷ്യത്വമുള്ള ആർക്കും മറ്റു മനുഷ്യരോട് മഹാക്രൂരത കാണിക്കുന്ന ഒരു വ്യക്തിയെയും ഇഷ്ടപ്പെടാൻ കഴിയില്ല. നമുക്ക് ഈ മല്ലു മല്ലേശ്വർ ലാസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ ആദ്യം എടുത്ത് പറയാം. ഇവൻ പറഞ്ഞത് മനുഷ്യത്വമുള്ള ഒരാൾക്ക് മറ്റു മനുഷ്യരോട് ക്രൂരത കാണിക്കുന്ന ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റൂല എന്നാണ്. പക്ഷെ അങ്ങനെയുള്ള ഇവനുണ്ടല്ല, പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും എന്തിന് ഇറാനിലെ സ്കൂളിൽ പോകുമ്പോഴേ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ ട്രംപിനെയും നെതന്യാഹുവിനുണ്ടല്ല എങ്ങനെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം, അവരെ ബഹുമാനിക്കാം, അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ അവരെ ചെയ്ത ക്രൂരതക്കെതിരെ ഇവനൊരു അക്ഷരം മിണ്ടൂല. അങ്ങനെ ഇത്രയും ക്രൂരത കാണിച്ച ആ രണ്ടാൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്ത നീണ്ടല്ല ഖമേനിയെ കുറിച്ചും ഖമേനി ഇഷ്ടപ്പെടുന്ന സുനിത ദേവദാസിനെയും വിമർശിക്കുന്ന കാണുമ്പോഴില്ല എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുച്ഛം തോന്നുന്നു. മല്ലു അനലിസ്റ്റ് പുച്ഛം തോന്നുന്നു. പിന്നെ അതിന്റെ അടുക്ക് ഞാനുണ്ടല്ല, നിങ്ങൾക്ക് ആർപിക് ഹുസൈനോടുള്ള സ്നേഹവും ബഹുമാനവും ആ വാക്കിൽ നിറഞ്ഞു കവിയുന്നത് കണ്ടു. സ്വന്തം മരണപ്പെട്ട ഉമ്മയെ കുറിച്ച് മോശമായ കാര്യങ്ങൾ സംസാരിച്ച ഈ വേട്ടാവളൻ ആർപിക് ഹുസൈനെ ഗുരുനാഥനെ പോലെ സ്നേഹിക്കുന്ന താങ്കൾ, മനുഷ്യ സ്നേഹിയാണെന്ന് പറഞ്ഞ താങ്കൾ എത്രമാത്രം അധപ്പതിച്ച ഒരു അനലിസ്റ്റ് ആണ് മിസ്റ്റർ മല്ലു അനലിസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടാ, ഖമേനിയിടില്ല വെറുതെ ഇരിക്കുന്ന ട്രംപിനെയോ നെതന്യാഹുവിനെയോ അങ്ങോട്ട് പോയി ഇതുവരെ ആക്രമിച്ചില്ലായിരുന്നു. മറിച്ച് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കുകയും തിരിച്ചാക്രമിക്കുകയാണ് ഖമേനി ചെയ്തിട്ടുള്ളത്. പക്ഷെ താങ്കളും താങ്കളുടെ ഗുരുനാഥനായ ആർപിക് ഹുസൈനെ സ്നേഹിക്കുന്ന ട്രംപും നെതന്യാഹുവും ഉണ്ടല്ല, സ്വന്തം രാജ്യത്ത് അവർക്കെതിരെ ഉയർന്നു വന്ന ഒരുപാട് അഴിമതി ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ വേണ്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് രാജ്യങ്ങൾക്കെതിരെ അങ്ങോട്ട് പോയി ആക്രമണം നടത്തുകയായിരുന്നു ചെയ്തത്. അങ്ങനെയുള്ള അങ്ങോട്ട് പോയി രണ്ട് രാജ്യങ്ങളെ ആക്രമിച്ച ക്രൂരന്മാരായ ഭീരുക്കളായ ട്രംപിനെയും നെതന്യാഹുവിനും നിനക്കൊക്കെ ഇഷ്ടപ്പെടാമെങ്കിൽ തന്റെ രാജ്യത്തിന് വേണ്ടി ഒളിച്ചോടാതെ ഒരു ബങ്കറിലും പോയി ഒളിച്ചിരിക്കാതെ നെഞ്ചു വിരിച്ച് തന്റെ ഇടത്തോടെ മരണത്തെ ഏറ്റുവാങ്ങിയ ഖമേനിയിടല്ല അന്തസ്സും തന്റെ ഇടവും മനുഷ്യത്തുള്ള ആൾക്കാരുണ്ടല്ല ബഹുമാനിക്കും, ആരാധിക്കും മിസ്റ്റർ മല്ലു അനലൈസർ. അതിന് തനിക്കും തന്റെ ഗുരുനാഥൻ ആർപിക് ഹുസൈനും കുരുപൊട്ടിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് മിസ്റ്റർ മല്ലു അനലൈസർ, നിങ്ങൾ ആൾക്കാരെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന താങ്കളുടെ ആ തുരുമ്പ് പിടിച്ച സാധനം ഉണ്ടല്ല, വല്ല തോട്ടിലോ വല്ല പൊട്ടക്കറ്റിലോ കൊണ്ടുപോയി ചാട് മിസ്റ്റർ മല്ലു അനലൈസർ. അപ്പൊ ഒരിക്കൽ കൂടി ധീര രക്തസാക്ഷിയായ ആയത്തുള്ള അലി ഖമേനിക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സുനിത ദേവദാസിനും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.